ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് ആലുവ KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഗൈസ്? നമ്മളെ MG യൂണിവേഴ്സിറ്റി കലോത്സവം കാണാൻ വേണ്ടിയിട്ട് CMSൽ പോകാൻ വേണ്ടി രാവിലെ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കി കണ്ടൊക്കെയാണ് നമ്മൾ വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്നാണ് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോയി. ബട്ട് അവിടെ നിന്ന് നേരിട്ട് കോട്ടയത്തേക്ക് ബസ്സില്ല, പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിന്നേ ഉള്ളൂ. ബട്ട് ഇവിടെ നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡ് വരെ എത്തുമ്പോഴത്തേക്കും ഒരു നേരം ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ആ നേരം കൊണ്ട് അടുത്ത ട്രെയിൻ വരും. സോ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, ഉച്ച സമയമല്ലേ. അങ്ങനെ നമ്മൾ റോയലിൻ്റെ സ്വീറ്റ് ഹൗസ് ഉണ്ടല്ലോ, റോയൽ ബേക്കേഴ്സിൽ കയറിയിട്ട്, ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റോയൽ ബേക്കേഴ്സിൽ കയറിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ കേട്ടോ. സോ നമ്മൾ ഓർഡർ ചെയ്ത് ഓരോരോ ഐറ്റംസ് കഴിച്ചു തുടങ്ങിയിരുന്നു. ഫൗമി ചെങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കുബൂസിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വരുന്ന ഒരു സാധനമായിരുന്നു. ചിക്കൻ ഷവർമ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ബണ്ണെന്ന് പറയുന്നത്. ബട്ട് ചിക്കൻ ബൺ സൂപ്പറായിരുന്നു കേട്ടോ. ബട്ട് ആദ്യത്തെ കടിക്ക് പുള്ളിക്കരിക്ക് ചിക്കൻ കിട്ടിയില്ല. വീണ്ടും രണ്ടാമതും കടിച്ചു, മൂന്നാമതും കടിച്ചു, എന്നിട്ടും ചിക്കൻ ഒരംശം പോലും കിട്ടിയില്ല കേട്ടോ. പിന്നത്തെ കടിയിൽ നല്ലോണം നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പുറത്ത് ഈ ഓട്സിൻ്റെ ഒരു ക്രിസ്പി ലെയറും കൂടെ വരുന്നതുകൊണ്ട് ശരിക്കും ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഇത് നമ്മുടെ ഫ്രൈഡ് ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ടൊരു ബണ്ണാണ്. അപ്പോൾ ഇതെനിക്ക് പണ്ടത്തെ ഒരു കോളേജിലെ ഒരു ഓർമ്മയാണ് വരുന്നത്. ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൊട്ടാരം ബേക്കേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ മിനി ഫ്രൈഡ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ കുഞ്ഞിത് കിട്ടും 20 റുപ്പീസിന്. അത് ഞങ്ങൾ എന്നും പോയി കഴിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഒരു ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ റോയൽ ബേക്കേഴ്സിനെ പറ്റി എടുത്ത് പറയേണ്ട കാര്യമില്ല, അടിപൊളി ഫുഡൊക്കെ നമുക്ക് നന്നായിട്ട് ഡെലിവറി ചെയ്യുന്നൊരു ബേക്കറിയാണ്. അവിടെ നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ട്രെയിൻ വരാൻ ഒരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ട്. സോ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു സീറ്റൊക്കെ തപ്പി എവിടെയെങ്കിലും പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളിതാ ട്രെയിനിലൊക്കെ കയറി നമ്മൾ പോവുകയാണ്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നല്ലേ, വെറുതെ ഷോയ്ക്ക് ഓടി വരുന്ന വീഡിയോ ഒക്കെ എടുക്കാം, ഷാരൂഖ് ഖാൻ എന്നൊക്കെയാണ് വിചാരം. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ട്രെയിനിൽ പോകാൻ തുടങ്ങി. അപ്പം ചില സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ നിർത്തിയിടുമല്ലോ, ആ ഒരു ടൈമിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. പിന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ ഊട്ടുവരയിൽ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ട് നേരെ നമ്മളിതാ CMSൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ അന്ന് ദിവസം ഒപ്പനയൊക്കെ ഉള്ള ദിവസമാണ്. ബട്ട് ഒപ്പനയൊക്കെ നടക്കുന്നത് 6:30 ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതുവരെ അവിടെ നിന്നില്ല. ആൻഡ് കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഇതിലേക്ക് നടന്ന് കുറച്ച് ജ്യൂസും വെള്ളമൊക്കെ വീണ്ടും വാങ്ങി കുടിച്ച് കുറേ പിള്ളേർ, നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അവരുടെ പ്രോഗ്രാംസൊക്കെ കയറി കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് കോളേജസിലെയും ഒരുപാട് ഏരിയാസിൽ നിന്ന് വരുന്ന പല സ്റ്റുഡൻസിനെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. സോ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഗ്രൂപ്പ് സോങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാശിയേറിയ പോരാട്ടങ്ങൾ അവിടെ ഓരോ സ്റ്റുഡൻസും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. CMSൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് സ്പോട്ടുകളുണ്ട്, കാണാനായിട്ടാണെങ്കിലും നടക്കാനായിട്ടാണെങ്കിലും ഒരുപാട് ഏരിയാസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ CMSലെ നമ്മുടെ ക്ലാസ്മേറ്റ്സൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെയാണ് കേട്ടോ. സോ അതൊക്കെ കണ്ട് വെറുതെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സന്ധ്യയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തണം. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 അവർ നമുക്ക് ട്രാവലിംഗും ഉണ്ട്. സോ ഫുഡും കഴിക്കണമായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ CMSൻ്റെ ഓപ്പോസിറ്റുള്ള ബെറീസ് ആൻഡ് ട്രൂസ് എന്ന് പറയുന്നൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും CMSൽ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഒരുപാട് അവിടുത്തെ കടകളൊക്കെ തിരക്കായിരിക്കുമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷവർമ എത്തിയിട്ടുണ്ട്. അപ്പോൾ സഫ്ന ഫാത്തിമ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കഴിച്ച് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് നമ്മളും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഉച്ചയൊന്നും ഫുഡ് കഴിക്കാഞ്ഞുകൊണ്ടാണെന്നറിയില്ല, നല്ല വിശന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് CMS കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബെറീസ് ആൻഡ് ട്രൂസ് കഫേയാണ്. അപ്പം നിങ്ങൾ ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കടയിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ വീഡിയോസിനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.